ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലേ എന്ന് പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ അവിടെ കൊടുത്തു. എന്താ കൊടുത്തേ? വെള്ളാപ്പള്ളി നടേശൻ ആകെ കൊടുത്ത അപേക്ഷ മലപ്പുറത്ത് കൊടുത്തത് അവിടുത്തെ യൂണിയൻ്റെ മലപ്പുറം യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്ന വിജയൻ ഒരു ബാറിന് അപേക്ഷ കൊടുത്തു. വെള്ളാപ്പള്ളി നടേശൻ റെക്കമെൻഡ് ചെയ്തു, അത് കിട്ടി. ആ യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്ന ദാസൻ കോട്ടയ്ക്കൽ ഒരു ബാറിന് അപേക്ഷ കൊടുത്തു, അത് കൊടുക്കണമെന്ന് പറഞ്ഞു, അത് കിട്ടി. വെള്ളാപ്പള്ളി നടേശൻ ഈ വയനാട്ടിൽ കൊണ്ടുവന്ന് ഒരു ബാറിന് അപേക്ഷ കൊടുത്തു, അതും കൊടുത്തു. അപ്പോൾ ബാറുകൾക്ക് അപേക്ഷ കൊടുത്തതല്ലാതെ മലപ്പുറത്തോ മറ്റ് പ്രദേശങ്ങളിലോ വെള്ളാപ്പള്ളി നടേശൻ ഒരപേക്ഷ കൊടുത്തില്ല. മലപ്പുറം മേഖലയിൽ ആർ ശങ്കറിൻ്റെ കാലത്ത് 1200 ഏക്കർ സ്ഥലം SNDP യോഗത്തിന് സമ്പാദിച്ചു. എവിടെയാ സ്ഥലം? വെള്ളാപ്പള്ളി നടേശൻ മറുപടി പറയട്ടെ. ഇതേ സാറിന് അറിയാമല്ലോ, 1200 ഏക്കർ സ്ഥലം. 1200 ഏക്കർ സ്ഥലത്തിൽ ഇന്ന് 100 ഏക്കർ പോലുമില്ല, 10 സെന്റ് പോലുമില്ല. അതൊക്കെ ജിണ്ടയിട്ട് 1000 ഏക്കർ ജിണ്ടയിട്ട് പോയി. അത് സംരക്ഷിക്കാൻ കഴിയാത്ത ഒരാൾ, ഒരു ഭൂമി വാങ്ങിക്കാത്തയാൾ, ഒരു അപേക്ഷ കൊടുക്കാത്തയാൾ എനിക്കൊന്നും കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് എന്തർത്ഥമുള്ളത്? അപ്പോൾ ഒരു സമുദായത്തെയും ഒരു രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് വേണ്ടി, ഇവിടെ വർഗീയ വിദ്വേഷം നടത്തുന്നതിന് വേണ്ടി, വർഗീയമായ ചേരിതിരിവുണ്ടാക്കുന്നതിന് വേണ്ടി പല മതസാരവും ഏകം എന്ന് പറഞ്ഞ ഗുരുദേവന്റെ പ്രസ്ഥാനത്തിലിരുന്നു കൊണ്ട് വർഗീയ വിദ്വേഷം നടത്തുന്ന പാമ്പാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. ആ വിഷപ്പാമ്പിനെ മുഖ്യമന്ത്രി കഴുത്തിൽ ചുറ്റി നടക്കുക എന്ന് പറഞ്ഞാൽ കേരളം ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്. അത്രമാത്രം പതനമാണ് ഈ മുഖ്യമന്ത്രിക്കും സംഘത്തിനും ഉണ്ടായത് ഈ കഴിഞ്ഞ ദിവസം. കള്ളാ, കൊച്ചു കള്ളാ, വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് അപേക്ഷ കൊടുത്തിരിക്കുന്നത്, വയനാട്ടിൽ അപേക്ഷ കൊടുത്തത്, കാസർകോട്ടൊക്കെ അപേക്ഷ നൽകിയത് വല്ല സ്കൂളിനോ കോളേജിനോ അല്ലെങ്കിൽ വല്ല ITIക്കോ വല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഇതൊന്നും ഉണ്ടാക്കാനുള്ള അനുവാദത്തിന് വേണ്ടിയല്ല അപേക്ഷ കൊടുത്തിരിക്കുന്നത്. മറിച്ച് കള്ള് കച്ചവടക്കാരൻ ബാറുകൾക്ക് വേണ്ടിയാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത്. ഈ വെള്ളാപ്പള്ളി നടേശൻ ഈഴവരെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടേയിരിക്കുക. ഈഴവരായ സ്വന്തം സമുദായത്തിന്റെ സംരക്ഷണത്തിന് എന്ന് പറഞ്ഞ് അവരുടെയൊക്കെ അപ്പോലസ്ഥനായി ഒരു സ്വയം പ്രഖ്യാപിത നേതാവായി വന്ന് വാഴ്ന്ന് അവിടെ ഇരുന്നിട്ട് നടത്തുന്നത് അത്രയും ഈ പാവങ്ങളെ പറ്റിച്ചുകൊണ്ടേയിരിക്കുക. ഈ പാവങ്ങളുടെ കഞ്ഞികുടി മുട്ടിക്കുവാനുള്ള കള്ള് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക. കള്ള് കച്ചവടക്കാരൻ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അപേക്ഷ കൊടുക്കുമോ? ഇത് നമുക്കാണ് തെറ്റിയത്. നമ്മൾ ഈ അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കരുതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അപേക്ഷ കൊടുത്തത് എന്ന്. അപേക്ഷ കൊടുത്തതും അപേക്ഷിച്ചതും ബാർ ലൈസൻസിന് വേണ്ടിയായിരുന്നു. ആ ബാർ ലൈസൻസ് ഒരു പരിധിക്കപ്പുറം UDF സർക്കാർ കൊടുത്തില്ല. UDF സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ ബാറുകളുടെ എണ്ണം കുറക്കുകയായിരുന്നു ചെയ്തത്, അല്ലേ? അങ്ങനെ ഈ ബാറുകൾ നടത്താന്, കള്ള് കച്ചവടം നടത്താന് വേണ്ടിയാണ് ഈ മുതലാളി അപേക്ഷിച്ചു കൊണ്ടേയിരുന്നത്. നമ്മളൊക്കെ കരുതിയത് എന്താ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അപേക്ഷിച്ചു എന്നാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചത് ഈ മുതലാളിയല്ല, അത് SNDPയുടെ മുൻകാല നേതാക്കന്മാരാണ്. അവര് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ, അവരെ വിദ്യാസമ്പന്നരാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ കള്ളു മുതലാളി എന്താണ് നടത്തിയത്? കള്ളു മുതലാളി നടത്തിയത് തൻ്റെ ബിസിനസ് സാമ്രാജ്യം, തൻ്റെ കള്ള് കച്ചവടം. ബിസിനസ് സാമ്രാജ്യം എന്ന് പറയാൻ പറ്റൂല, കള്ള് കച്ചവടമാണ്. എനിക്ക് മനസ്സിലാവാത്തത്, ഒരു കള്ള് കച്ചവടക്കാരൻ എങ്ങനെയാണ് ഒരു സമുദായത്തിൻ്റെ നേതാവാകുക എന്നുള്ളതാണ്. കള്ള് കുടിക്കുന്നവന് വേണമെങ്കിൽ ഒരു നേതാവാകാം. കള്ളു കുടിക്കുന്നതിന് ഇപ്പം നല്ല ഏർപ്പാടൊന്നുമല്ല, പക്ഷേ ഒരു കള്ളുകുടിയനും വേണമെങ്കിൽ ഒരു നേതാവാകാം. എന്താ കാരണം? കാരണം അവൻ മാത്രമേ കുടിക്കുന്നുള്ളൂ, അത് അവന്റെ ശരീരത്തിനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ എന്ന് നമുക്ക് കരുതാം. പക്ഷെ കള്ള് കച്ചവടക്കാരൻ എങ്ങനെ ഒരു സാമുദായിക നേതാവാകുന്നത്? ഒരു സമൂഹത്തെ കൈപിടിച്ച് നടത്തേണ്ട വ്യക്തി എങ്ങനെ ഒരു കള്ളു കച്ചവടക്കാരന് ഒരു സമൂഹത്തെ നേരായ പാതയിലൂടെ കൈപിടിച്ച് നടത്താൻ കഴിയും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കള്ള് എല്ലാം കൊണ്ടും ഈ സമൂഹത്തിന് ദ്രോഹം മാത്രമല്ല ചെയ്തിട്ടുള്ളൂ, ആ കള്ള് മദ്യം വിൽപ്പന നടത്തുന്ന മദ്യ മുതലാളി എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഒരു മദ്യപാനി അവൻ്റെ ശരീരത്തെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുകയാണ്, അവൻ്റെ കുടുംബത്തെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുകയാണ്, അതുവഴി അവൻ സമൂഹത്തെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു സമുദായത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള മൂല കാരണം മദ്യമാകുമ്പോൾ ആ മദ്യം വിൽക്കുന്ന ഇതറിഞ്ഞുകൊണ്ട്
ആ കള്ള് വിൽപ്പന നടത്തുന്ന മദ്യം വിൽക്കുന്ന മുതലാളി എങ്ങനെ ഒരു സാമുദായിക നേതാവാകൂ? മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇയാളുടെ വായിൽ നിന്ന് വരുന്നതൊക്കെ വിഷമായി മാറുന്നത്. അടിസ്ഥാനം മദ്യമാണ്. മദ്യം വിൽക്കണം, കള്ള് വിൽപ്പന നടത്തണം, തൻ്റെ പോക്കറ്റ് വീർപ്പിക്കണം. അത് ജനങ്ങളെ ദ്രോഹിച്ചിട്ടാണെങ്കിലും പാവപ്പെട്ട സ്ത്രീകളെയും കുടുംബങ്ങളെയും മക്കളെയും ഭാര്യയെയും അമ്മമാരെയും ഒക്കെ ദ്രോഹിച്ചിട്ടാണെങ്കിലും തൻ്റെ പോക്കറ്റ് വീർപ്പിക്കണമെന്ന് കരുതുന്ന നേതാവിൻ്റെ വായിൽ നിന്ന് പിന്നെ വിഷമല്ലാതെ അമൃത് പുറത്തേക്ക് വരുമോ? വരില്ലെന്നേ. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷപ്പാമ്പിനെ തോളിലിട്ട് ചുറ്റി കഴുത്തിൽ ചുറ്റി കൊണ്ട് നടക്കുന്നത് ആരാ? അത്രയും വലിയ സംരക്ഷണമാണ് കള്ള് കച്ചവടക്കാരന് കൊടുക്കുന്നത്. കള്ള് കച്ചവടക്കാരന് ഇത്രയും വലിയ സംരക്ഷണമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ വിഷപ്പാമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റി കടന്നുകൊണ്ട് വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നത് ആർക്ക് നേരെയാ? ആർക്ക് നേരെയാ? കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നേരെയാ. ഈ വിഷം കൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങളും, എല്ലാ അനന്തരഫലങ്ങളും, അതിൻ്റെ എല്ലാ എഫക്റ്റും അനുഭവിക്കേണ്ടി വരുന്നത് ആരാ? കൊണ്ടു നടക്കുന്ന പിണറായി വിജയനാണോ? അല്ല, അത് കേരളത്തിന്റെ പൊതുസമൂഹമാണ്. അത്രയും വലിയ വിഷസർപ്പത്തെയാണ് കൊണ്ടു നടക്കുന്നത്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ ഞങ്ങൾ അപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് അനുവാദം നൽകിയില്ല, പെർമിറ്റ് നൽകിയില്ല. അപ്പോൾ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ ഭൂമി വാങ്ങാൻ കിട്ടാഞ്ഞിട്ടാണോ, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ആ മാധ്യമപ്രവർത്തകനെ തെറി വിളിക്കുക, അയാളെ കൊഞ്ഞനം കുത്തുക. ഇതൊക്കെ കേട്ടപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിച്ചു, ഇയാൾ എന്തിനാണ് അപേക്ഷ കൊടുത്തത് എന്ന്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത്, ഇയാൾ അപേക്ഷ കൊടുത്തതൊക്കെ ബാറിന് വേണ്ടിയിട്ടാണ്, ബാർ ലൈസൻസിന് വേണ്ടിയിട്ടാണ് അപേക്ഷിച്ചിരിക്കുന്നത്. അതല്ലെങ്കിലും അങ്ങനെയല്ല സംഭവിക്കുകയുള്ളൂ, അല്ലേ? കള്ള് കച്ചവടക്കാരൻ തൻ്റെ പോക്കറ്റ് വീർപ്പിക്കാനുള്ള ഏർപ്പാടല്ലേ നോക്കുകയുള്ളൂ. അവൻ സ്കൂളിന് പോയിട്ട് അപേക്ഷ കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയോ? ഇല്ലെന്നേ. ഈ പാവങ്ങളെ പറ്റിച്ച് കള്ള് കച്ചവടം നടത്തി, ബ്ലേഡ് മാഫിയ നടത്തി, പലിശക്ക് കൊടുത്ത് പലിശ തിന്ന് ഇങ്ങനെ എന്താ പറയേണ്ടത്, വീപ്പക്കുറ്റി പോലെ വീർത്ത് നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ, ആ വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും അപേക്ഷ നൽകുന്നുണ്ട്. അപേക്ഷ നൽകുന്നത് സ്കൂളുകൾക്ക് വേണ്ടിയല്ല, കോളേജുകൾക്ക് വേണ്ടിയല്ല, ITIക്ക് വേണ്ടിയിട്ടില്ല, മെഡിക്കൽ കോളേജിന് വേണ്ടിയല്ല. പിന്നെന്തിനു വേണ്ടിയിട്ടാണ്? പിന്നെ ഈ പറയുന്ന ബാറുകൾക്ക് വേണ്ടിയിട്ട്. വെള്ളാപ്പള്ളി നടേശൻ എന്താ പ്രശ്നം? വെള്ളാപ്പള്ളി നടേശന് മലപ്പുറത്ത് ബാറ് കൊണ്ടുവരണം, എന്നിട്ട് അതിൽ നിന്ന് കച്ചവടം ഉണ്ടാക്കി പണം ഉണ്ടാക്കണം. അതൊരു ലക്ഷ്യം ഒന്ന് മാത്രമാണ്. അതിൻ്റെ പരമമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം മലപ്പുറത്തെ ഒരു പോപ്പുലേഷൻ്റെ ഇത് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്താണ് അവിടുത്തെ പോപ്പുലേഷൻ്റെ മുസ്ലിം വിഭാഗമാണ് അവിടുത്തെ പോപ്പുലേഷൻ്റെ മെജോറിറ്റി എന്ന് പറയുന്നത്. അവർക്കിടയിൽ ആ മുസ്ലിം സമുദായത്തെ വഴി തെറ്റിക്കണമെങ്കിൽ എന്താണ് ഏറ്റവും വലിയ പണി എന്താണ്? അവർക്കിടയിൽ ഈ മദ്യം അവരെ അടിമപ്പെടുത്തണം, മദ്യത്തിന് അടിമയാക്കണം അവരെ. അങ്ങനെ മദ്യത്തിന് അടിമയാക്കിയാൽ അവരുടെ എല്ലാ ധാർമ്മികതയിൽ നിന്നും അവർ വ്യതിചലിക്കും, അവരുടെ ആദർശങ്ങളിൽ നിന്ന് അവർ വ്യതിചലിക്കും, അവർ തിന്മയിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കും, അവർ തെറ്റുകൾ വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. എല്ലാത്തിനും മൂലകാരണം മദ്യം. അങ്ങനെ ഒരു സമുദായത്തെ നശിപ്പിക്കണം. ഇതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ അത്യന്തമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. അത് നടക്കാതെ വരുമ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ വല്ലാതെ അങ്ങ് ഒരു മാതിരി ലഹള, ഹാലിളകി, അസ്വസ്ഥരായി, രോഷാകുലനായി, ദേഷ്യം വന്ന് പ്രകോപിതനായി ഒക്കെ നമ്മൾ കാണുന്നത്. ഇത് നടക്കാത്തതുകൊണ്ടാ. ലക്ഷ്യം എന്ന് പറയുന്നത് പണമുണ്ടാക്കുക എന്നല്ല, വേണ്ടോളം പണം ഉണ്ടാക്കി കള്ള് കച്ചവടവും ബ്ലേഡ് മാഫിയയും നടത്തിയിട്ട് ആവശ്യത്തിലധികം ഇട്ടുമൂടാനുള്ള കാശ് വെള്ളാപ്പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളിക്ക് ഇപ്പോൾ ആഗ്രഹം എന്ന് പറയുന്നത് ഇനി കാശല്ല, കാശ് ആവശ്യത്തിലധികമുണ്ട്. ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സമുദായത്തെ നശിപ്പിക്കണം. അതിന് നശിപ്പിക്കണമെങ്കിൽ എന്താ വഴി? നശിപ്പിക്കണമെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ വഴി അവരെ ലഹരിക്കടിമപ്പെടുത്തുക എന്നുള്ളതാണ്. ലഹരിക്കടിമപ്പെടുത്തി കഴിഞ്ഞാൽ അത് നശിച്ചു കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. വളരെ കണ്ണിങ് ആയിട്ടാണ് വെള്ളാപ്പള്ളി നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മലപ്പുറത്ത് അപേക്ഷിച്ചത് ബാറിനാണ്. ആ ബാറിന് അനുമതി നൽകാത്തതിനാണ് വെള്ളാപ്പള്ളിക്ക് ഇത്രയധികം വലിയ പ്രകോപിതനാകുന്നത്. അപ്പോൾ ലക്ഷ്യമെന്താണ്? അതിപ്പോൾ എവിടെയാണെങ്കിലും
ബാറുകൾ അനുവദിക്കുകയും മദ്യത്തിൻ്റെ ഉപഭോഗം കൂടുകയും അതിൻ്റെ ലഭ്യത കൂടുകയും ചെയ്താൽ ആ ഒരു പ്രദേശം, അത് ഏത് പ്രദേശമാവട്ടെ, അവിടെ നാശത്തിൻ്റെ വിത്തുകൾ അവിടെ പാകിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പം മലപ്പുറത്ത് കിട്ടാത്തത്, ഈ ബാറുകൾ കിട്ടാത്തതിന് കാരണം മുസ്ലിം ലീഗാണ്. കാരണം മുസ്ലിം ലീഗിന് എപ്പോഴും താല്പര്യമുണ്ട്, മുസ്ലിം ലീഗിന് താല്പര്യങ്ങളുണ്ട്. എന്താണ് താല്പര്യം? ഇത്തരത്തിൽ ഒരു സമുദായം നശിച്ചു പോകുന്നത് കാണാൻ മുസ്ലിം ലീഗിന് സാധിക്കില്ല. ആ സമുദായം നശിച്ചു പോകാതിരിക്കാൻ അവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ ഉടലെടുത്തിട്ടുള്ളത്. അങ്ങനത്തെ മുസ്ലിം ലീഗ് പ്രസ്ഥാനം നിലനിൽക്കുമ്പോൾ ഇത്തരത്തിൽ ബാറുകൾ അനുവദിക്കണമെന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ് അതിന് പണി കൊടുക്കും, വേണ്ടെന്ന് പറയും, അനുമതി നൽകില്ല. അതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളാരും കരുതും പോലെ ഇത് സ്കൂളിന് ലൈസൻസ് കൊടുക്കാഞ്ഞിട്ടോ പെർമിറ്റ് കൊടുക്കാഞ്ഞിട്ടോ കോളേജുകൾക്ക് പെർമിറ്റ് കൊടുക്കാഞ്ഞിട്ടോ ഒന്നുമല്ല വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രശ്നം. വെള്ളാപ്പള്ളി നടേശന് കള്ള് കച്ചവടം നടക്കണം. ആ കള്ള് കച്ചവടത്തോടെ ഈ മുസ്ലിം സമുദായത്തെ ഉന്നം വെച്ചുകൊണ്ട് അവരെ നശിപ്പിക്കണം എന്നുള്ളതാണ്. ലഹരിയിലേക്ക് കടക്കുമ്പോഴാണ് ഒരു സമുദായത്തിൻ്റെ പതനം പൂർണ്ണമാവുക എന്നുള്ള ബോധ്യം. വെള്ളാപ്പള്ളി നടേശൻ കുശാഗ്ര ബുദ്ധിക്കാരനാണെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെള്ളാപ്പള്ളി നടേശൻ കുശാഗ്ര ബുദ്ധിക്കാരനാണെന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സമുദായത്തെ ഉന്മൂലനം ചെയ്യണമെന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി മലപ്പുറത്ത് ബാറുകൾ നിരവധി തുറക്കണം. അങ്ങനെ ബാറുകൾ തുടർന്ന് മദ്യത്തിനും ലഹരിക്കും ഒരു സമുദായം അടിമപ്പെട്ടാൽ, ഒരു ജനത അടിമപ്പെട്ട് കഴിഞ്ഞാൽ, അവരെ ലഹരി കീഴടക്കി കഴിഞ്ഞാൽ അവരുടെ പതനം പൂർത്തിയായി എന്നുള്ളത് വെള്ളാപ്പള്ളി നടേശന് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ലൈസൻസ് തന്നില്ല, പെർമിറ്റ് തന്നില്ല, അനുവാദം തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ രോഷാകുലനായിക്കൊണ്ടേയിരിക്കുന്നത്. എത്രമാത്രം വിഷമാണ് ഈ വർഗീയ വിഷജന്തുവിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക.